ഈ കാലഘട്ടത്തിൽ ജനങ്ങളിൽ ദൈവത്തിൽ വിശ്വസിപ്പാൻ, പ്രത്യേകിച്ച് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ദൈവമുണ്ടോ, ദൈവത്തിന്റെ പ്രസക്തി എന്താണ്, ദൈവത്തിൽ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഒരാൾ പറയാണ്, ഇപ്പൊ പല ആർഗ്യുമെന്റ്സും പല സംവാദങ്ങളും നമ്മൾ കേൾക്കാം. ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകൾ, ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ. ദൈവം ഉണ്ടെന്ന് തെളിയിച്ചാൽ പൈസ ഓഫർ 10 ലക്ഷം രൂപ തരാന്നൊക്കെ കഴിഞ്ഞ ഒരു ചാനലിലേക്ക് കാണാനുണ്ടായി. അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ ജിൻഡോ ബ്രദറിനോട് ചോദിക്കാണ്. ഇതേപോലൊരു ആർഗ്യുമെന്റ് നടക്കുകയാണെങ്കിൽ എന്തുത്തരമാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഓക്കെ, നമ്മൾ കാണുന്ന ഒരു നിരീശ്വരവാദികൾക്കിടയിലുള്ള ഒരു വലിയൊരു ചോദ്യമായിരുന്നു. നിരീശ്വരവാദി എന്ന് പറയണമെന്നില്ല, കാരണം ഇന്നത്തെ കാലഘട്ട യുവജനങ്ങളും എല്ലാവരും ദൈവത്തെ വിശ്വസിക്കാത്ത ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സംസാരിക്കാം. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഇതുപോലെ ചിന്തിക്കുന്ന ഇഷ്ടംപോലെ യുവജനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ദൈവം ഉണ്ടെന്ന് തെളിയിച്ചാൽ 10 ലക്ഷം രൂപ തരാം. ഒരിക്കലേ ക്ലബ് ഹൗസിൽ ഇതുപോലെ ഒരു ഡിബേറ്റ് നടന്നപ്പോ ഞാൻ കടന്നു ചെന്ന ഒരു മേഖലയിരുന്നത്, അവർ വന്ന് വെല്ലുവിളിക്കുകയായിരുന്നു, ഏത് വിശ്വാസിക്ക് വേണമെങ്കിലും വരാം, ദൈവം ഉണ്ടെന്ന് തെളിയിക്കുക, 10 ലക്ഷം രൂപ തരാം എന്നാണ് അവർ അങ്ങനെ വെച്ചു. ഈ ചോദ്യത്തിന് അതുപോലത്തെ ഒരു ചോദ്യം അതൊരു സിനിമയിലൊക്കെ ഉണ്ട്, ആ ഒരു ഡയലോഗൊക്കെ സിനിമയിലൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് വെക്കുന്നതിന് കുറെ ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങൾ പ്രകാരമാണ്, ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു വസ്തു ഇരിക്കുന്നു, ഈ വസ്തു ആരും തൊടാതെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ ഞാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാം. ഒരു ആർഗ്യുമെന്റ് വെച്ചതാണ്. അതുമല്ലെങ്കിൽ ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാം. ഇനി അതല്ലെങ്കിൽ ദൈവം മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുക, അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാം. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ. അല്ലെങ്കിൽ രോഗം മാറി കഴിഞ്ഞാൽ ഒരു മുഴയുണ്ടാ, മുഴ ആരും തൊടാതെ അങ്ങനെ മാറിപ്പോകുന്നു, അങ്ങനെയാണെങ്കിൽ കൈയില്ലാത്തവന് കൈയുണ്ടാകുന്നു, കാലില്ലാത്തവന് കാലുണ്ടാകുന്നു. ഇങ്ങനെയുള്ള ആർഗ്യുമെന്റാണ് പൊതുവെ ഈ ഇങ്ങനെയുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യം. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് മറുപടി പറയും എന്നുള്ളൊരു വിഷയം കടന്നു വരുന്നുണ്ട് ഇതിനൊപ്പം തന്നെ. യഥാർത്ഥത്തില് ഇവർക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ തെളിയിച്ചു തരിക, ഇവർ വിശ്വസിക്കുമോ ദൈവമുണ്ടെന്ന്? അതാണ് ഒരു ചോദ്യം. ഞാൻ ഇവരോട് ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു, നിങ്ങൾക്ക് മുമ്പിൽ ദൈവമുണ്ടെന്ന് ഞാൻ തെളിയിക്കാം, പക്ഷെ ആ ദൈവം എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചതാണ്. അതായത് നിങ്ങൾക്ക് മുമ്പിൽ ആ ദൈവം നിങ്ങൾ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്, ആ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും എടുക്കുക, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാമെന്ന് പറയുന്നവരാണെന്ന് കരുതുക. ഇപ്പൊ സായിബാബയൊക്കെ ശൂന്യതയിൽ നിന്ന് പലതും എടുക്കുന്ന ആളാണ്. അപ്പൊ ഇവരെന്ത് പറയും? മാജിക് ആണെന്ന് പറയും. അല്ലെങ്കിൽ മജീഷ്യന്മാർ പല അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും പല അത്ഭുതം കാണിക്കുന്നുണ്ട്. അവർ തന്നെ അവിശ്വസനീയമായ പല കാര്യങ്ങളും അവർ കാണിക്കും. തീർച്ചയായും. എന്നാൽ അവർ തന്നെ പറയുന്നത് കണ്ടിട്ട് വിധിയാണ്, ഇത് മാജിക് ആണ്, മാജിക് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു വസ്തുതയെ ദൈവമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് വെച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അവർ പറയുന്ന സംഭവങ്ങളെല്ലാം മാജിക്കാണ് ചോദിക്കുന്നത്. അപ്പൊ അവർ തെളിയിച്ചാൽ പോലും അത് മാജിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നിഷ്പ്രയാസം തള്ളാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊന്നാണ് ഇപ്പൊ രോഗം മാറുക. ഇപ്പൊ നമ്മളിപ്പോ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കാണുന്ന സംഭവമാണ്, മുഴ മാറി രോഗം മാറി സാക്ഷ്യപ്പെടുത്തും. കുറെ പേര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിലൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ എന്താ ന്യായം അറിയുന്നു? അവർ പറയും, ആ വ്യക്തിക്ക് ആദ്യമേ രോഗമില്ലായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മുഴ, എനിക്കിവിടെ മുഴ ഉണ്ടായിരുന്നു, ഈ മുഴ കർത്താവ് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാണ് സാക്ഷ്യം. അപ്പൊ ഇത് ഈ കാണുമ്പോ ഇവിടെ മുഴയില്ല, ഇപ്പൊ മുഴയില്ല, മുമ്പ് മുഴയുള്ള ഫോട്ടോസ് കണ്ടതുകൊണ്ട് ഇവര് വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു കൗണ്ടറിങ് അതിന് കൂടിയുണ്ട്. ഇപ്പൊ അത് മാറാത്ത ആളുകളൊക്കെ വിശ്വാസം പോകുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ഉണ്ടാകാമല്ലോ. അങ്ങനെ ഉണ്ടാകാം. കാരണം മാറാത്ത ആളെ സംബന്ധിച്ചോളം ഞാൻ കുറെ പ്രാർത്ഥിച്ചു, എനിക്ക് മാറിയില്ല. അവിടെ ആ അച്ഛൻ അല്ലെങ്കിൽ ഇന്ന ബ്രദർ ആളെ പറ്റിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നിട്ട് മുഴയുണ്ട് മാറി എന്ന് പറയുന്നു. അത് നമ്മള് നടത്താം. അപ്പൊ യുക്തികളെ സംബന്ധിച്ച് അത് ഉത്തരല്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലബ് ഹൗസിൽ ഇങ്ങനെ ഒരു ഡിബേറ്റില് സംസാരിച്ചു വന്ന കാര്യം. അപ്പൊ ആ വ്യക്തി പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ആ വ്യക്തി നമ്മുടെ ജെറുസലം ധ്യാന കേന്ദ്രം, തലൂര് ജെറുസലം ധ്യാന കേന്ദ്രം അടുത്തുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ അനുഭവമാണ്, അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ക്രിസ്ത്യൻ ധ്യാനത്തിന് പങ്കെടുത്തു. പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ കണ്ടു. ആ ഒരു പയ്യനാണ് ഒരു 10-21 വയസ്സായിട്ടുണ്ടാവുള്ളൂ. ആ സമയത്ത് പറയുന്നത്,
ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ലെന്ന്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നീ ഇത്രയും വലിയൊരു അനുഭവം അല്ല, ചെറുപ്പത്തിലെ ഒരു ദൈവാനുഭവം ലഭിച്ചിട്ട് എന്തുകൊണ്ട് നീ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ കൊടുത്ത മറുപടിക്ക് വളരെ സരസമായി തോന്നി. അവൻ പറയാണ്, അതൊരു ഹാലുസിനേഷനാണ്. അതായത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉണ്ടായ മാനസിക വിഭ്രാന്തിപരമായിട്ടുണ്ടായിരുന്ന സംഭവം, ഒരു ഹാലുസിനേഷൻ, ഞാൻ ദർശനം കണ്ടു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അത് പിന്നെ കഞ്ചാവ് അടിച്ച് കഴിഞ്ഞ് കിട്ടുന്നു. പിന്നെ പറയുന്ന മറുപടി, അതായത് യേശു അവന്റെ മുമ്പിൽ, ഒരു വ്യക്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വന്ന് പറയുകയാണ്, ഞാനാണ് മോനെ നിന്റെ ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഒരു വ്യക്തി നിരീശ്വരവാദി ആകുവാൻ, യുക്തിവാദി ആകുവാൻ മനസ്സുകൊണ്ട് സെറ്റ് ആവുകയാണെങ്കിൽ അവ അതിനെ തള്ളിക്കളയും. അപ്പൊ ഞാൻ ആ ഡയലോഗിൽ സംസാരിച്ചപ്പോൾ അവസാനം കിട്ടിയ മറുപടി എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പറയുന്നത് പോലൊരു ദൈവത്തെ എനിക്ക് വേണ്ട. ഇതാണ് അതിന് മറുപടി അവസാനം പറയുന്നത്. കാരണം ഇവർ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, അവർക്ക് ചെറുപ്പത്തിലെ കുർബാനയ്ക്ക് മധ്യ വൈദികരിൽ നിന്നോ സിസ്റ്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് മേഖലകളിൽ നിന്നോ പള്ളിയിൽ നിന്നോ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിരുന്നു അധ്യാപകരിൽ നിന്നോ. ഈ മുറിവുകളുടെ ഫലമായി അവർ വെറുക്കുന്നത് ദൈവത്തെയാണ്. ദൈവം എല്ലാവരും മുറിപ്പെടുത്തിയത്. പക്ഷെ ദൈവത്തിന്റെ പകരം നിൽക്കുന്ന ആളുകൾ, അധ്യാപകരോ KTC ടീച്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം, അവർക്കുള്ളിൽ ഉണ്ടാകുന്ന മുറിവ് പിന്നെന്ത് ചെയ്യാണ്? പള്ളി വേണ്ട, അവർക്ക് ദൈവമാണെന്ന് വിശ്വസിച്ച് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാതാവുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവത്തിന് കൂടി അവര് എഗൻസ്റ്റ് ആവുന്ന കാലഘട്ടത്തിലേക്ക്. അതാണ് ഇത് വേറെ പ്രത്യേകത കേട്ടോ. ക്രിസ്തു മതത്തില് ദൈവത്തിന്റെ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഹിന്ദു മതത്തിൽ നിന്ന് ഒരു വ്യക്തി നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു കരുതുക. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ശാസ്ത്രീയമായ ചിന്തകൾ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അവരെ ദൈവത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് ചെല്ലാം. ഇസ്ലാം മതവിശ്വാസത്തിലും ഇതേ നിയമമാണ്. അതായത് അവർ പഠിപ്പിക്കുന്ന നിയമങ്ങൾ ധാർമ്മികതയുടെ നിയമങ്ങളുമായി ഇന്നത്തെ കാലഘട്ടവുമായി വെച്ച് നോക്കുമ്പോൾ അതൊരു ശരിയായി ഒത്തുപോകുന്നില്ല എന്നുള്ളത് കൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ക്രിസ്തു മതം അതില്ല. ക്രിസ്തു മതത്തിൽ യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രബോധനങ്ങൾ ഇന്നും പ്രസക്താണ്. ചിലപ്പോൾ ചിലർ ആ പ്രബോധനങ്ങൾ വെച്ചിട്ട് തന്നെ ചിലർ കൗണ്ടർ ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുമ്പോൾ, ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് എവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ അത് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചില യുവജനങ്ങൾ ചോദിക്കാറുണ്ട്, ഒരു മലയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കടുകുമണിയോട് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന ചില വചനം വെച്ചിട്ട് തന്നെ അവര് കൗണ്ടർ ചെയ്യുന്നൊരു, കാരണം അത്രയ്ക്കും യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന യുവജനങ്ങളുണ്ടല്ലോ. നല്ലൊരു ചോദ്യമാണ്. അതായത് ഒരു കടുകുമണിയോളം മലയോളം വിശ്വാസം ഉണ്ടായിക്കോട്ടെ, അതെ, ഈ കടുകുമണിയെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും. അതെ, കാരണം നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്തേക്കാണ് അവർ ചിന്തിക്കുന്നത്. കാരണം അത് നമുക്ക് അതിന്റെ ഒരു പാരാമീറ്റർ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതില് ഈ വിഷയം എന്താ പറയുമ്പോ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ദൈവിക പരിപാലനം എന്നാണ് പറയാം. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഭൂമി കറങ്ങുന്നു, ഇങ്ങനെ ദൈവം പരിപാലിക്കുന്ന കുറേയധികം വിഷയങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുന്ന ദൈവത്തോടാണ് നമ്മൾ എന്ത് ആർഗ്യുമെന്റ് ചെയ്യുന്നത്? കടുകുമണിനെ മാറ്റാൻ. മനസ്സിലാവുന്നുണ്ട്? നിസ്സാരമായിട്ട് ആലോചിക്കുന്നത് എന്തിന്? ഇതൊക്കെ കണ്ട് വിശ്വസിക്കാൻ കൊണ്ട് പറ്റില്ല. സൂര്യൻ കിഴക്കു നിൽക്കുന്നതോ പടിഞ്ഞാറ് അസ്തമിക്കുന്നതോ അതൊന്നും ഞാൻ ദൈവിക പരിപാലനയുടെ കാണുന്നില്ല. അത് ഓട്ടോമാറ്റിക് നടന്നോട്ടെ. പക്ഷെ കടുകുമണി മാറിയാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഈ പറയുന്ന ആർഗ്യുമെന്റിന്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പൊ നമ്മളൊരു സയന്റിസ്റ്റ്, ഇപ്പൊ നമ്മള് ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് വിട്ടു, ചന്ദ്രൻ നമ്മൾ വിക്ഷേപിക്കണം. ആ വിക്ഷേപിച്ച ആ ഒരു സംഭവം ചെയ്യുന്ന ശാസ്ത്രജ്ഞനോട് നമ്മൾ പറയാണ്, ചന്ദ്രയാനൊക്കെ നമ്മൾ വിട്ടോ, പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കില്ല, ഇവിടെ എനിക്കൊരു പടക്കം പൊട്ടിച്ച് കാണിച്ചു തരണം എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. അതായത് ഇതിന് ബൈബിളിൽ പറയുന്ന കാര്യം, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നാണ്. നമ്മൾ ദൈവത്തോട് പരീക്ഷിക്കണം. കടുകുമണി മാറ്റിയോണ്ട് നമുക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നം മാറ്റുവാൻ ദൈവത്തിന് പറ്റുന്നുണ്ടോ എന്നാണ് അതാണ് വിശ്വാസത്തിന്റെ. ഓരോ വ്യക്തികൾ കൊച്ചു കൊച്ചു കടുകൾ മാറ്റു, അതിന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയും. ഇതിനൊക്കെ ദൈവത്തിനൊരു കുട്ടികളെ പോലെയാവില്ലേ? അവന് യഥാർത്ഥത്തിൽ അത് ആവശ്യമാണ്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അത് തീർത്തും അത് ഒരു ബാലിശമായ ചോദ്യമാണ്. അതാണ് വിഷയം. ആ ഒരു ചോദ്യം, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈശോ ധനവാനിൽ അസന്റെ മുമ്പിൽ പറയുന്ന ഒരു ചോദ്യം ഉണ്ട്. ഇതേപോലെ ധനവാൻ പറയുന്നുണ്ട്, മരിച്ചുപോയ ഒരു വ്യക്തി തിരിച്ചു പോയിട്ട് സ്വർഗവും നരകം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സഹോദരങ്ങൾ വിശ്വസിച്ചുകൊള്ളു എന്ന് പറയുമ്പോൾ ഈശോ പറയുന്ന ഒരു വചനമുണ്ട്. അത് പ്രകാരമാണ് അബ്രാഹാം പറയുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതെങ്ങനെയാണ്? അവിടെ മോശയും പ്രവാചകന്മാരുണ്ട്,
അവര് പറഞ്ഞിട്ട് കേൾക്കാത്തത് ഈ പറയുന്ന മരിച്ചവര് വന്നിട്ട് ചെന്ന് പറഞ്ഞാലും കേൾക്കില്ല. അപ്പൊ ഇത് തന്നെയാണ് ദൈവം പറയുന്ന കാര്യം. അതായത് ഇവിടെ ഇത്രയും വലിയ കാര്യങ്ങൾ ദൈവത്തിന്റെ പരിപാലനം നടക്കുന്നുണ്ട്, അത് വിശ്വസിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കടുകുമണി ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവൻ പറയും അതാ ഭൂമി ആ സമയത്ത് ഭൂമി ഉണ്ടായി അല്ലെങ്കിൽ ചെരിഞ്ഞു. തീർച്ചയായിട്ടും അത് ബ്രദർ പറഞ്ഞതിൽ ഒരു വലിയൊരു കാര്യമുണ്ട്. അതായത് ഈ ചോദ്യങ്ങളിൽ തന്നെ ഇപ്പൊ യേശുക്രിസ്തുവിന്റെ അടുത്ത് സാത്താൻ പ്രലോഭനം ചോദിച്ചല്ലോ, ഈ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാന്ന് ചോദിച്ചു. എന്നാൽ 5000 പേരെ തീറ്റു പോറ്റുവാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയതും അത് യേശു. അപ്പൊ ഈ സമയത്ത് യേശു ചെയ്തില്ല. അത് യേശു പറയുന്നത് അതായത് ആവശ്യം എവിടെയാണ് അതൊരു വ്യക്തിയെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിനോ വാദത്തിനോ വേണ്ടി പ്രകടിപ്പിക്കുന്നതല്ല ദൈവിക സ്വഭാവം. ദൈവിക സ്വഭാവം എവിടെ ആവശ്യമുണ്ടോ അവിടെ അത് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു വലിയൊരു ചോദ്യമാണ്. അതിപ്പോ ദൈവത്തെ സംബന്ധിച്ചല്ല, നമ്മെ സംബന്ധിച്ച് അങ്ങനെ തന്നെ. ഇപ്പൊ എന്റെ മകൻ എന്റെ മുമ്പില് അപ്പനാണെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ ഞാൻ അപ്പനായതുകൊണ്ട് അവന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ഞാൻ അപ്പനായതുകൊണ്ട് ഞാൻ അപ്പനല്ലെന്ന് കരുതുക, അപ്പൊ ഇത് തെളിയിക്കേണ്ട ഗതികേട് വരും. ഇതുപോലെ തന്നെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഇപ്പൊ ദൈവമാണോ തെളിയിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. അതാണ് എന്റെ ശരിയായ ഉത്തരം. ദൈവം ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ ശക്തി അറിയിക്കപ്പെടുന്ന പല മേഖലയുണ്ട്. അതിലൂടെ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അതാണ് എന്റെ ഉത്തരം. അല്ലാതെ ദൈവം ഓരോരുത്തരുടെ മുൻപിലും ഞാൻ ദൈവമാണെന്ന് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് ദൈവമല്ല. അങ്ങനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവമല്ല. ദൈവമല്ലാത്ത ഒരാൾ വന്ന് ദൈവമാണെന്നുള്ള സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായമായിട്ട് മാറും. അതിന്റെ പ്രത്യേകത നമ്മളെല്ലാം അങ്ങനെ തന്നെ. ഇപ്പൊ എന്റെ മകന്റെ മുമ്പിൽ ഞാൻ അപ്പനാണെന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. പക്ഷെ വേറൊരാള് അവന്റെ മുമ്പിൽ അവന്റെ അപ്പനാണെന്ന് സമർത്ഥിക്കേണ്ടി വരുന്നു അപ്പന അല്ലാത്തത് കൊണ്ട്. അതാണ് ഇതിന്റെ ഉത്തരം. ശരി, ബൈബിളില് ദൈവത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈവമുണ്ട് എന്ന് പറയുന്ന നമ്മുടെ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ദൈവമുണ്ട് എന്ന് ബൈബിളിൽ കൂടി എങ്ങനെയാണ് നമുക്ക് സമർത്ഥിക്കാൻ പറ്റുക? ഓക്കെ, ഇതെന്താ കാരണം എന്നറിയാമോ? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികൾക്കിടയിലുള്ള ഒരു സംഭവമാണ് ഡിങ്കമതം. കേട്ടിട്ടുണ്ടോ? ഡിങ്കമതം എന്ന് പറയുന്നതിന്റെ യഥാർത്ഥത്തിൽ ഒരു മതമല്ല. യഥാർത്ഥത്തില് ഒരു മനുഷ്യനെ പ്രാർത്ഥിക്കാൻ ഒരു ദൈവത്തെ വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു ഡിങ്കൻ ആരാധിച്ചോളൂ. ഒരു വിശുദ്ധ ഗ്രന്ഥം വേണം എങ്കിൽ നിങ്ങൾ ബാലരമ വായിച്ചോളൂ. ബാലരമയാണ് എന്റെ വിശുദ്ധ ഗ്രന്ഥം, എന്റെ ദൈവം ഡിങ്കനാണ്. അയാൾ പറയുന്ന ഒരു കഥയാണ്. പുതിയ ആളുകൾ ഇന്ന് അതൊക്കെ അറിയാം. അതായത് ഇങ്ങനെ ഒരു മതമുണ്ട് ഇപ്പൊ ഡിങ്കമതം. അത് ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണം നിരീശ്വരവാദികൾക്കിടയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്, സൗന്ദര്യത്തിനിടയിൽ. അതായത് ഇത് ആളുകൾക്ക് മുമ്പിൽ ഒരു കാരിക്കേച്ചറായിട്ട് വെക്കുന്ന ഒരു മതമാണ്. അതായത് നിനക്കിപ്പോ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് വേണോ, അതിന് പകരം വേറൊരു ദൈവം എനിക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തിനെ ഇവിടെ പ്രാർത്ഥിക്കാൻ, മനുഷ്യന്റെ വിഷമൊക്കെ ഇറക്കി വെക്കാൻ പ്രാർത്ഥിക്കാൻ ഒരു ദൈവം ഡിങ്കൻ. അത്രേ ഉള്ളൂ യേശുവിന്റെ സ്ഥാനം അല്ലെങ്കിൽ മറ്റു മത ദൈവങ്ങളുടെ സ്ഥാനം. അങ്ങനെ പറയുന്നതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ മതത്തിലൂടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നത്തെ ദൈവം ഡിങ്കനാണ്. അതുപോലെ അന്നുണ്ടായിരുന്ന രാജാക്കന്മാരെ, അന്നുണ്ടായിരുന്ന ഗുരുക്കന്മാരെ ഒക്കെ ഇന്ന് ദൈവമായിട്ട് ആരാധിക്കുന്നു. അപ്പൊ ഇന്നുള്ള ഡിങ്കൻ എന്ന കഥാപാത്രം പക്ഷെ ഒരു 500 കൊല്ലം കഴിഞ്ഞാൽ ദൈവമായിട്ട് മാറുന്നു. ഇതാണ് അവർ വെക്കുന്ന ആർഗ്യുമെന്റ്. അപ്പൊ ഇങ്ങനെ പറയുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വളരെ വ്യക്തമാണ്. ദൈവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ല, പ്രാർത്ഥിക്കാൻ ഒരാള് വേണം, അതുകൊണ്ട് ദൈവം എന്നാണ്. പക്ഷെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നാണ് ഇപ്പോ സഹോദരൻ ചോദിച്ച ചോദ്യം. ഈ ചോദ്യത്തിലൂടെ ബൈബിൾ എന്ത് പറയുന്നു എന്ന് പറയുമ്പോൾ അത് പ്രസക്തി ഇല്ല ശരിക്കും. കാരണം ഒരു സ്വാതന്ത്ര്യ ചിന്തകനോ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ബാലരമയുടെ വാല്യൂ മാത്രമേ ഒരു ബൈബിളിന് കൊടുക്കുന്നുള്ളൂ. ബൈബിളിൽ ഞാനിവിടെ ദൈവമുണ്ട് ബൈബിളിൽ ഇങ്ങനെ ദൈവമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് പറയും? ബാലമണ്ഡലത്തിൽ ഡിങ്കൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു, മനസ്സിലാവുന്നുണ്ടോ? മായാവിയും ബാലരമയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെയുള്ളൂ ബൈബിളിലെയും കഥകൾ എന്നാണ് അവർ വെക്കുന്ന ആർഗ്യുമെന്റ്. പക്ഷെ ബൈബിള് പൗലോസ്ലീഹ വെക്കുന്ന ഒരു വാദമുണ്ട്. ആ വാദം വളരെ സ്ട്രോങ് വാദമാണ്. ആ വാദം എന്താ പറയുക, ബൈബിളിന് പുറത്താണ് ആ വാദം. അതായത് ഇങ്ങനെയുള്ള വ്യക്തികളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ദൈവമുണ്ടെന്ന് ബൈബിൾ അനുസരിച്ച് എങ്ങനെ തെളിയിക്കാം എന്ന് ചോദിച്ചാൽ അതിന് ഉള്ള വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. എന്താ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത്
അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. എന്താ ഈ പറയുന്ന അർത്ഥം എന്ന് പറയാമോ? അതായത് ലോക സൃഷ്ടി മുതലാണ് ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി. അതായത് ദൈവമുണ്ട്, ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതിയാണ്. ഈ അദൃശ്യ പ്രകൃതി എവിടെയുണ്ട്? അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും. ഒന്ന് ദൈവത്തിന്റെ അനന്തശക്തി, മറ്റേത് ദൈവത്വം. ഇത് രണ്ട് കാര്യം എവിടെ ഉണ്ടെന്ന് പറയാമോ? സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. എന്താ പറഞ്ഞത്? ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാനുള്ള, എനിക്ക് ദൈവത്തെ കാണാൻ പറ്റിയില്ല, അത് കാരണം കൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു ഒഴികഴിവ് അതില്ല. കാരണം ഞാൻ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുക. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിനക്ക് അനന്ത പ്രകൃതിയും അനന്ത ജ്ഞാനവും കാണാം. ദൈവത്തിന്റെ അനന്ത ശക്തിയും അനന്ത ജ്ഞാനവും കാണാം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബൊമ്മ ഇടുക. ഒരു ബൊമ്മ, ഈ ബൊമ്മയെ നോക്കിക്കൊണ്ട് നമ്മൾ പറയാണ് ഈ ബൊമ്മ തനിയെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഡയസായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് ഉണ്ടാക്കണം. കാരണം അതിന് നല്ലൊരു ഡിസൈൻ ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നല്ലൊരു ഡിസൈൻ ഉണ്ട്, നല്ല ഭംഗിയിൽ ഒരു ക്രിയേറ്റർ ഉണ്ടായിരിക്കണം. ഒരു നല്ലൊരു പാവക്കുട്ടിക്ക് ഒരു കരടിയുടെ അല്ലെങ്കിൽ വെറുതെ തനിയെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും യുക്തിരഹിതമാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്താ കാരണം? ഇത് പറയാൻ കാരണം എന്താ? ഇത് ഈ പാവക്കുട്ടി തനിയെ ഉണ്ടായതല്ല, അതിന് പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ ഡിസൈനാണ്, അല്ലെ? നല്ല ഭംഗിയായി അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതാണ് അതിന്റെ പോയിന്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിലേക്ക് നോക്കണം. ഈ ഭൂമിയിലെ ഒരു ഡിസൈൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഭൂമിയെ പോലെ അത്ര ഡിസൈൻഡ് ആയിട്ടുള്ളൊരു സംഭവം അറിയില്ല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ അന്തരീക്ഷത്തില് 21% ഓക്സിജനാണ് ഉള്ളത്. 1% ഓക്സിജൻ കൂടിയെന്ന് കരുതുക. അപ്പൊ ഇവിടെ തീപിടുത്തമായിരിക്കും. കാരണം കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഇവിടെ തീപിടുത്തം നടക്കും. ഇനി രണ്ടാമത് 1% ഓക്സിജൻ കുറഞ്ഞു കരുതുക. അപ്പൊ ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം ശ്വാസം മുട്ടി ചത്തു പോകും. കറക്റ്റാണ് 25%. മനസ്സിലാവുന്നല്ലേ? അതൊരു ഉദാഹരണം. ഇനി ഭൂമിയുടെ അടുത്തുള്ള മറ്റൊരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. മനസ്സിലാവുന്നുണ്ടോ? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അതേ ദൂരം തന്നെയാണ് ഏകദേശം ചന്ദ്രനിലേക്ക്. എന്നാൽ ഭൂമിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാക്സിമം 40-50 ഡിഗ്രി വരെ എത്തിയത് കരുതും. മൈനസിലേക്ക് പോവുകയാണെങ്കിൽ -10, -13, അപ്പൊ അന്റാർട്ടിക്ക ആണെങ്കിൽ ആ ലെവലിൽ പോകും. നമ്മുടെ അവിടെ അത്ര വരുന്നില്ല. ചന്ദ്രനിലെ പകൽ സമയത്ത് അതിന്റെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രിക്ക് മീതെയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ -270. അപ്പൊ എന്താ കാരണം? സൂര്യനിൽ നിന്ന് രണ്ടും ഒരേ അകലത്തിലാണ്. പക്ഷെ ഭൂമിക്ക് ചുറ്റും ഒരു അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷം ചൂടിനെ പിടിച്ചു നിർത്തുകയും ആവശ്യമില്ലാത്ത അൾട്രാവയലറ്റ് കിരണങ്ങളിലൊക്കെ അരിച്ചെടുത്ത് ബാക്കിയുള്ളത് വിടുകയും ചെയ്യുന്നു. അങ്ങനെ ജീവൻ നിലനിർത്താൻ വേണ്ട സാഹചര്യം ഭംഗിയായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് പിറകിൽ ഒരു ഡിസൈൻ ഉണ്ടെന്നുള്ള തെളിവാണ്. ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തനി ഉണ്ടാവുകയാണെങ്കിൽ ചന്ദ്രനെ പോലെയാണ് ക്രിയേറ്റർ ഉണ്ട്. ഇനി ഇവിടെ മാത്രമൊന്നല്ല, ഇതിപ്പോ നമ്മുടെ ഒരു അബദ്ധവശാലേക്ക് 2 കാര്യമായി കരുതാം. രണ്ടൊന്നല്ല. പിന്നെ നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ അനേകം കാണാം. ഇപ്പൊ ഒരു ചെടിയുടെ ഒരു ഇല എടുക്കുക. ആ ഒരു ഇലയെ പോലെ വേറൊരു ഇല ഇപ്പൊ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല. ഇപ്പൊ 800 കോടി മനുഷ്യന്മാരുണ്ട്. എന്നെ പോലെ വേറൊരാള് ഉണ്ടാവില്ല. എന്റെ അതേ ബുദ്ധി, അതേ കഴിവുകളും ഒക്കെ ആയിട്ടുള്ള ഒരാള് വേറെ ഇല്ല. ഇതൊരു വലിയൊരു ഡിസൈനാണ്. ഇപ്പൊ മനുഷ്യനൊരു കസേര ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അച്ചിൽ നിന്ന് വാർത്തെടുക്കുന്നത് അതേപോലത്തെ പല കസേര ഉണ്ടായിരിക്കും. പക്ഷെ ഇത് ദൈവം ഉണ്ടാക്കിയത് കൊണ്ട്, ഒരു ക്രിയേറ്റർ ഉള്ളത് കൊണ്ട് ഇങ്ങനെയില്ല. മാത്രമല്ല ഓരോ വ്യക്തികളും സെപ്പറേറ്റ് സൃഷ്ടി ആണെന്നുള്ളത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. 800 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ 800 കോടി ജനങ്ങളാണ്. ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അപ്പൊ 800 കോടി ജനങ്ങൾ ഉണ്ടാവാന്ന് തന്നെ പറഞ്ഞാൽ അത് വ്യത്യസ്തരായിട്ടുള്ള ഡിസൈനുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് 2 കണ്ണുണ്ട്, മൂക്കുണ്ട്, വായ, ഒരു കണ്ണു കൂടി ആയപ്പോ എന്താ കുഴപ്പം?
ഡിസൈൻ ഉള്ളത് കൊണ്ടാണ് രണ്ട് കണ്ടും ഒരേപോലെ തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടല്ലേ പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു മെക്കാനിസം ആണെന്നല്ല പറയുന്നത്. ഒരു മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടും മനുഷ്യൻ പറ്റുന്നില്ല. അതിലേക്ക് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. മനുഷ്യന്റെ വായു നമ്മൾ സ്വീകരിക്കുന്നു, അത് നമ്മുടെ ബ്ലഡിൽ ചെന്ന് അത് കോശങ്ങളിൽ ചെന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് തിരിച്ച് കാർബൺ ഡൈഓക്സൈഡ് പോണേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത്, ഇതിനൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ ബ്രെയിൻ, ഇതുപോലെ ഒരു ബ്രെയിൻ ഉണ്ടാക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ ഇതിന് പിന്നിലൊരു ഡിസൈൻ ഉണ്ടാവണം. എന്നോട് ഒരിക്കലേ എൻ്റെ ഒരു ബന്ധുവിനെ ഞാനൊരു ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോ കണ്ണിൽ നിന്ന് വെള്ളം മൂക്കിലേക്ക് വരുന്ന ആ ഒരു ദ്വാരം അടഞ്ഞിരിക്കുന്ന വിഷയം. അപ്പൊ ഞാൻ ഡോക്ടറുടെ സംസാരിച്ചു. ഡോക്ടർ വിശ്വാസിയായ നമ്മുടെ സുഹൃത്തും കൂടെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് അറിയാമോ ബ്രദറെ, അറിയാമോ, കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ കണ്ണുനീരിനെ സ്ക്വീസ് ചെയ്തെടുക്കുന്ന ചെറിയ ചെറിയ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വരെ ഉണ്ട്. എന്നിട്ട് പറയാണ് ഇത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് ഒരു ദ്വാരട്ടോ മതി, പക്ഷെ വെറും ദ്വാരല്ല, ആ വെള്ളത്തിന്റെ കണ്ണുനീരിനെ സ്ക്വീസ് ചെയ്തെടുത്ത് മൂക്കിലേക്ക് എടുക്കുന്ന ആ മൂവ്മെന്റ് പോലും ആ ചെറിയ ദ്വാരത്തിന്റെ ഉള്ളിലുണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്രയും ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ മനുഷ്യ ശരീരം, മനുഷ്യന്മാരല്ല എല്ലാ ജീവജാലങ്ങളും. അപ്പൊ ഈ ഭൂമിയിൽ മുഴുവൻ നമ്മൾ ശരിക്കും സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനന്ത പ്രകൃതിയും അനന്തശക്തിയും കാണാൻ പറ്റും. അപ്പൊ നമ്മളത് ഇപ്പൊ അതിന് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ എന്താ പറയുന്നത്, സൃഷ്ടിയിലൂടെയുള്ള വെളിപാടെന്നാ പറയാം. ഇതിലിപ്പോ ആളുകൾ പറയുന്നത് ഇതിനെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ്. ശാസ്ത്രം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് ഫോർമേഷൻ ആയി നിൽക്കുന്നു. അതൊരു ദൈവിക ഇടപെടലിന്റെ കാര്യമല്ല എന്നുള്ളതാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണ് അത്. അതായത് അവർ പറയുന്നത് തനിയെ ഉണ്ടായിരുന്നതാണ്. അതായത് ദൈവമില്ലെങ്കിലും ഒരു ശക്തി ഉണ്ടായി, ആ ശക്തിയിൽ നിന്ന് ഇങ്ങനെ തനിയെ ഇങ്ങനെ വന്നു. അങ്ങനെ തനിയെ ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയെന്ന് അറിയാമോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാതാവിന്റെ രൂപം, ഈ മാതാവിന്റെ രൂപം ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ ഞാനൊരു ആർഗ്യുമെന്റിന് പറയാണ്, ഇത് ഉണ്ടാക്കിയതല്ല, കുറച്ച് കളിമണ്ണെടുത്ത് ചുമരുമേക്ക് വലിച്ചു പറഞ്ഞു. അപ്പൊ അത് മാതാവിന്റെ രൂപം പോലെ തനിയുണ്ടായി, തനിയുണ്ട്. കുറെ കഴിഞ്ഞപ്പോ തനിയുണ്ടായി. കുറച്ച് പെയിന്റ് എടുത്തിട്ട് അതിന് മീതേക്ക് ഞാൻ ഒഴിച്ചു. അപ്പൊ മാതാവിന്റെ രൂപത്തിന്റെ മീതെ കറക്റ്റ് ഡിസൈൻ ആയിട്ട് തന്നെ തനിയെ ഉണ്ടായി. ഇങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും യുക്തി ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു യുക്തി പറയാൻ പറ്റില്ല. ഇതുപോലെയാണ് ഇവർ പറയുന്ന വാദം. അതായത് ഇതിൽ പറയുന്ന പെർസെന്റേജ് എത്ര തരാം? 0.0000001% ആണ്. അതായത് നോ എന്നാണ് ശരിക്കും ഉത്തരം. ഇങ്ങനെ തനിയെ ഉണ്ടാകാൻ വേണ്ട, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടാൻ വേണ്ട ആ ഒരു കാരണം എന്ന് പറയുന്നത് റിയലി നോയാണ് ഉത്തരം. അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ദൈവം ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ചോദ്യം വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ദൈവം ഉണ്ടായതിന്റെ പിന്നെ ഒരു എനർജി ഉണ്ട്. ആ എനർജിയെ ദൈവം എന്ന് വിളിച്ചാൽ ശരിയാക്കും? അതെ, അതൊരു ചോദ്യം പ്രസക്തമായ ചോദ്യം. അത് മാർപ്പാപ്പയോട് ചോദിച്ച ചോദ്യം. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് യുക്തിവാദികൾ ഡിബേറ്റ് ചെയ്യാനായിട്ട് ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മാർപ്പാപ്പ തിരിച്ചു ചോദിച്ചു, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ എനർജിയിൽ നിന്നാണ് ഒരു മാസം അല്ലെങ്കിൽ ഒരു എനർജി, ആ എനർജിയിൽ നിന്നാണ് ഇതെല്ലാം പതിയെ 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 ഉണ്ടായി വന്നത് എന്നാണ് സയൻസ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പറയാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ ഇടപെടലിലൂടെയാണ് അത് പറഞ്ഞു വരുന്നത്, നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിച്ച ചോദ്യം ഇതാണ്, ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചു ചോദിച്ചു, ഒരു എനർജിയിൽ നിന്നല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത്? അതെ, ആ എനർജിയെ ഞാൻ ദൈവം എന്ന് വിളിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്തോരം വിളിച്ചോളൂ, ആ എനർജിയെ ഞാൻ ദൈവം എന്ന് വിളിക്കുന്നു, അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുക. മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഇതാണ്, ആ എനർജിയെ ഞാൻ ദൈവം എന്ന് വിളിക്കുന്നു. ഇവിടെ നമുക്ക് പ്രത്യേകത അറിയാമോ? ഒരു ഒരു എനർജി പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടെന്ന് കരുതുക. നിത്യതയിൽ ഒരു എനർജി ഉണ്ടായിരുന്നു. കാരണം ഒന്നും ഇല്ലാണ്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു എനർജിയിൽ നിന്നുണ്ടാവുന്നതാണ് വാദം. ഇവിടെ ചോദ്യം ഇതാണ്, ആ എനർജിക്ക് ജീവനുണ്ടോ എന്നാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ജീവനില്ലാത്ത, ബുദ്ധിയും ബോധവും ഇല്ലാത്ത എനർജി, എനർജിയിൽ നിന്നും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല.
ഇപ്പൊ സൗന്ദര്യം അല്ലെങ്കിൽ യുക്തിവാദികളൊക്കെ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു എനർജി ഉണ്ട്, ആ എനർജിക്ക് ജീവനില്ല, ഒരു എനർജി ഉണ്ട്, അതിന്നും മെല്ലെ 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 ഇങ്ങനെ ഫോം ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ജീവൻ ഉണ്ടായി ഇങ്ങനെ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടാക്കാൻ സാധിക്കുമോ? അതൊരു ക്വസ്റ്റ്യൻ ആണത്. പ്രാക്ടിക്കൽ ആവില്ലല്ലോ. എന്തൊരു ശക്തി എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ ഉണ്ടാവണം. അപ്പൊ ക്രിസ്തുമതം പറയുന്ന കാര്യം എന്താണ്? ഒരു എനർജി ഉണ്ട്, ആ എനർജിക്ക് എന്തുണ്ട്? ജീവനുണ്ട്. അപ്പൊ ദൈവമില്ലെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവമില്ലെന്നല്ല പറയുന്നത്. ശ്രദ്ധിക്കണത്, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ വാദം ദൈവമില്ല എന്നല്ല ശരിക്കും. പകരം എന്താണ്? ദൈവത്തിന് ജീവനില്ല എന്നാണ്. ഒരു എനർജിനെ നമുക്ക് ദൈവമെന്നോ എനർജിനെ എന്തോ വിളിക്കാം. നമ്മൾ ക്രിസ്ത്യാനി പറയുന്നു ആ എനർജിക്ക് ജീവനുണ്ട്. അപ്പോൾ നിരീശ്വരവാദികൾ പറയുന്നു എനർജിക്ക് ജീവൻ ഇല്ല. അതാണ് ശരിക്ക് ദൈവം ഉണ്ടോ ഇല്ലെന്ന് ചോദ്യം പ്രസക്തിയല്ല. അപ്പൊ അതാണ് ശരിക്ക് അതിൽ വരുന്നത്. അപ്പൊ പാപ്പാട് ചോദിക്കുമ്പോഴാണ് അപ്പൊ അങ്ങനെ ചോദ്യം വരുമ്പോൾ നോക്കണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും മറ്റെല്ലാ മതത്തിലും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശക്തിയാണോ ദൈവം എന്ന് പറയുന്നത് അവരെല്ലാവരും? ഓക്കെ, അത് നമ്മള് കുറച്ചും കൂടി ആഴത്തിലേക്ക് പോകുമ്പോഴാണ് വിഷയമാണ്. ഇപ്പൊ എനർജിക്ക് ജീവൻ ഉണ്ടെന്നുള്ള വിഷയമുണ്ടല്ലോ, അതിനെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറെ എനിക്ക് പോകാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബൈബിളിൽ ഒരു വചനമുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിലൂടെ സകലം സൃഷ്ടിക്കപ്പെട്ടു, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വരിക്കും പറയുന്നത് എന്താണെന്നറിയാമോ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഈ പോയിന്റ് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. നമ്മൾ പലപ്പോഴും ആ വചനം അത്ര വലിയ പ്രസക്തമായിട്ട് എടുക്കാറില്ല. പക്ഷെ ഈ വചനം ആദിയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമുണ്ട്, ആ വചനമാണ്, ആ വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വ്യക്തമായി കാണുകയാണ് സൃഷ്ടാവ് പിതാവായ ദൈവം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ ഒരുമിച്ച് നിൽക്കുന്നത്, ഒന്ന് വചനവും, രണ്ട് ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം. വചനം ദൈവം തന്നെയാണ്, ജീവൻ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം എല്ലാ മതത്തിലും ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും രസകരമായ വസ്തുത. അതെങ്ങനെയാണ് ഓരോ മതങ്ങളും വേർതിരിച്ചെടുക്കുന്നതാണ് മതത്തിന്റെ രൂപത്തിന്റെ കാരണം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ സ്വതന്ത്ര പറയുന്ന കാര്യം അനുസരിച്ചിട്ട് ആദിയില് ഒരു എനർജി ഉണ്ട്. ഈ എനർജി പിന്നെ വികസിച്ചിട്ട് പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കാൻ പോവാണ്. ഇങ്ങനെ വ്യാപിക്കുമ്പോൾ ആ എനർജിനെ സ്വീകരിക്കുന്ന അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. രണ്ടാമത്തെ മതം എന്താ പറഞ്ഞ പ്രിൻസിപ്പിൾ, ഒരു തത്വം. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതാണ് പറഞ്ഞത്. ഒരു എനർജി ഉണ്ട്, ആ എനർജി ഇപ്പൊ പ്രപഞ്ചമായി മാറാൻ പോവുകയാണെങ്കിൽ അത് ഒരു ഇക്വേഷൻ വഴിയാണ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ സോളാർ സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷനിലാണ് നിൽക്കുന്നത്. ആ ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ ഒരു പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ എന്നാണ്. അപ്പൊ എനർജി ഉണ്ട്, പ്രിൻസിപ്പിൾ ഉണ്ട്. എനർജിക്ക് ജീവനില്ല, ഈ പ്രിൻസിപ്പിളിനും ജീവനില്ല. സെയിം സംഭവമാണ് ക്രിസ്തുമതത്തിൽ പറയുന്നത്. പിതാവുണ്ട്, ആ പിതാവായ ദൈവം എനർജിയാണ്, അതിൽ നിന്ന് സൃഷ്ടികർമ്മം ആരംഭിക്കുകയാണ്. അതിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അതിന് നമ്മൾ വചനം എന്നാ പറയുന്നത്. അതാണ് വചനത്തിലൂടെ സകലം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റ് രണ്ടിനും ജീവനുണ്ടെന്നാണ്. ഇനി ഹിന്ദു മതത്തിലേക്ക് എടുക്കാൻ കരുതാണ്. ഹിന്ദു മതത്തില് സൃഷ്ടാവാൻ സൃഷ്ടിക്കുന്ന പറയാ ആ ഒരു ബ്രഹ്മാവം സംഭവം ഉണ്ട്. അതിനൊക്കെ ഉപരി മറ്റൊരു സംഭവം കൂടിയുണ്ട്, പരബ്രഹ്മം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്ന സംഭവം. അപ്പൊ അതില് വേറൊരു വസ്തുത പറയുന്നത് എന്താ പറയുമ്പോൾ ഓംകാരം എന്നാ പറയാ. ഈ ഓംകാരത്തിലൂടെയാണ് സകലം സൃഷ്ടിക്കപ്പെടേണ്ടതെന്നാണ് ഹിന്ദു മതം പറയുന്ന ഒരു സംഭവം. അവൻ പറയുന്നത് തന്നെയാണ്, പരബ്രഹ്മത്തിന് ജീവനുണ്ട്, ഓംകാരത്തിനും ജീവനുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ഹിന്ദു മതത്തിന്റെ ആർഗ്യുമെന്റ്. ഇസ്ലാം മതത്തിലേക്ക് വരുന്നത് കരുതാം. ഇസ്ലാം മതത്തിലും പ്രപഞ്ച സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ ഇതുപോലെ രസകരമായ വസ്തുതയാണ്. ആദ്യം അള്ളാഹു ഉണ്ട്, അള്ളാഹു ക്രിയേറ്റർ ആണ്. അള്ളാഹു ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളിന് അവർ പറയുന്ന പേര് ഉമ്മുൽ കിതാബ് എന്നാണ്. അത് പുസ്തകമാണ്, ഒരു ഫലകം. ആ ഫലകത്തിൽ അള്ളാഹു പേന കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് എന്തൊക്കെ ക്രമത്തിലാണ് ഇത് ചെയ്യേണ്ടതെന്ന്. എഴുതി വെച്ചതനുസരിച്ചിട്ടാണ്, ആ ക്രമം അനുസരിച്ചിട്ടാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ ഇതില് ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നത്. അള്ളാഹു ക്രിയേറ്റർ ആണ്. നടുക്കല് എന്തുണ്ട്? പ്രപഞ്ചം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ഫലകമുണ്ട്, പേനയുണ്ട്, പേന കൊണ്ട് എഴുതി, ഇതൊക്കെ നിത്യതയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഫലകത്തിലാണ് ഇതിന്റെ ഒരു ക്രിയേഷൻ ഡിസൈൻ ഇരിക്കുന്നത്. അതിന് ജീവനില്ല.
മനസ്സിലാവണ്ട. അപ്പൊ നമ്മൾ പോയി വ്യത്യസ്ത മതങ്ങൾ, ഇപ്പൊ നമ്മുടെ അടുത്തുള്ള 3 മതങ്ങൾ നമ്മൾ എടുത്തിട്ട് നിരീശ്വരവാദം വെച്ച് പറയാണ്. അപ്പൊ നിരീശ്വരവാദികൾ പറയുന്നത് ഇതാണ്: ദൈവമുണ്ട്, ദൈവത്തിന് എന്തുണ്ട്, ജീവനില്ല, ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അതിനും ജീവനില്ല. അതാണ് ശരിക്കുള്ള യുക്തിവാദികളുടെ വാദം. അപ്പൊ നമ്മൾ പറയുന്നത് ജീവനുള്ളത് എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ജീവനിൽ നിന്ന് പുറപ്പെടണം. തീർച്ചയായും. അപ്പൊ ക്രിസ്തുമതത്തിന്റെ വാദമാണ്: ദൈവമുണ്ട്, പിതാവ്, പുത്രൻ പ്രിൻസിപ്പിൾ, പുത്രൻ വചനമാണ് ദൈവം, രണ്ടിനും ജീവനുണ്ട്. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം സെയിം വാദം തന്നെയാണ്, ജീവനുണ്ട്. ഇസ്ലാം ത്രിത്വം എന്ന് പറയുന്നത് അതാണല്ലോ. അതെ, തൃത്വം എന്ന് വരുന്ന വിഷയം വരുന്നത് അതാ. അതായത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ദൈവം തൃത്വം ആയിരിക്കണം. തൃത്വം അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ഇസ്ലാം മത വിശ്വാസത്തിൽ നമ്മൾ പറഞ്ഞു അല്ലാഹു ഉണ്ട്, ഒരു ഫലകമുണ്ട്, അതനുസരിച്ചിട്ടാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന് വരാൻ പറ്റൂല എന്നാണ് ചോദ്യം വരുന്നത്. ദൈവം പ്രപഞ്ചം ഉണ്ടാക്കുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന് വരാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് പ്രപഞ്ചമാണെന്ന് കരുതുക, ഞാൻ ക്രിയേറ്റർ, ഉണ്ടാക്കുന്ന വ്യക്തി ഉണ്ടാക്കി, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ അകത്താണോ പുറത്താണോ? പുറത്തായിരിക്കും. അപ്പൊ ഞാൻ ദൈവമാണ്, ക്രിയേറ്ററാണ്, ഞാൻ പ്രപഞ്ചത്തെ ഉണ്ടാക്കി, ഞാൻ പ്രപഞ്ചത്തിൽ പുറത്തു നിൽക്കുകയാണ്, ഞാനല്ലോ. ഈ പുറത്തു നിൽക്കുന്ന എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ലേ? പറ്റണമല്ലോ. ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രപഞ്ചത്തിന്റെ ഉള്ളിലേക്ക് എനിക്ക് പ്രവേശിക്കണമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ പ്രവേശിക്കുന്നത് ഞാനായിരിക്കണം, അതേസമയം തന്നെ ഞാൻ പ്രപഞ്ചത്തിന് അതീതനായിരിക്കണം, പുറത്തായിരിക്കും വേണം. ഡബിൾ റോൾ വരണം. എവിടെയാണ് ട്രിനിറ്റിയുടെ പ്രസക്തി? ഇപ്പൊ ദൈവം ഏകനാണെങ്കിലും പ്രപഞ്ചത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് പുത്രൻ തമ്പുരാനാണ്, പ്രപഞ്ചത്തിന് പുറത്തു നിൽക്കുന്ന, പ്രപഞ്ചത്തിന് അതീതനായി നിൽക്കുന്നത് പിതാവാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണം. ഒരു കാഴ്ചപ്പാട് അതായത് അങ്ങനെ ആയതുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കപ്പെട്ടത്. ദൈവം ട്രിനിറ്റി ആയതുകൊണ്ടാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. തൃത്വം അല്ലായിരുന്നെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടില്ല. കാരണം ദൈവം ഉണ്ട്, ആ ദൈവത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ദൈവം എന്തായിരിക്കണം? തൃത്വമായിരിക്കണം. തൃത്വം അല്ല എന്ന് പറയുന്ന ഏകദൈവ മോത്തിസം എന്ന് പറയാം. ഇപ്പൊ ഇസ്ലാം മതം, സൗരാഷ്ട്ര മതം, ഇങ്ങനെ മതങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പ്രപഞ്ചത്തെ ഉണ്ടാക്കാം, പ്രപഞ്ചത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റില്ല. അതെ. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? ഒരു പുസ്തകം കൊടുക്കും, പ്രവാചകന്മാരെ അയക്കും, അവർ പറഞ്ഞ പോലെ ജീവിക്കാൻ പറയും, മാലാഖന്മാരെ അയക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ദൈവത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. കാരണം ദൈവമായതുകൊണ്ട് ദൈവത്തിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതാണ് പറയുന്ന മോണോത്തിസത്തിന്റെ ഒരു പ്രോബ്ലം ഇതാ. അപ്പൊ തൃത്വമായതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട്, അതായത് ദൈവമുണ്ട്, ദൈവത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ നിരീശ്വരത്തിൽ പറയുന്ന പോലെ പ്രിൻസിപ്പിൾ വചനം അത് വേണം, അതാണ് പുത്രൻ തമ്പുരാൻ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണം എന്ന് പരിശോധന. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 4 പേര് ദൈവത്തെ അന്വേഷിച്ചിറങ്ങാം. ഒരാൾ ഹിന്ദു, ഒരാൾ നിരീശ്വരവാദി, ഒരാൾ ക്രിസ്ത്യാനി, ഒരാൾ മുസ്ലിം. 4 പേര്. ഈ 4 പേര് ദൈവത്തെ അന്വേഷിച്ച് കാണാൻ പോവാണ്. ദൈവത്തെ നമ്മളൊരു സങ്കല്പിക്കുക, ഒരു ആനയാണെന്ന് കരുതുക, ആനനെ കാണാൻ പോവാന്ന് കരുതുക. നിരീശ്വരവാദി ആനനെ കാണാനോട് പോയി, ആനില്ലാത്തടത്ത് പോയി, എവിടെയും പോയി ആനനെ കണ്ടില്ല, തിരിച്ചു വന്നിട്ട് പറഞ്ഞു ആനയില്ല. മനസ്സിലാവുന്നുണ്ട്? എന്നാലൊരു ഹിന്ദു ആയിട്ടുള്ള വ്യക്തി ആനയെ അന്വേഷിച്ചിറങ്ങി, നേരെ പോയി ആനയുടെ ശരീരം പുറം തൊട്ടിട്ട് പറഞ്ഞു തൊള്ളോടത്തൊക്കെ ആനയാ, ആന എല്ലായിടത്തും ഉണ്ട്. അതൊന്ന് പറഞ്ഞ ഇത്തരം ആന എല്ലായിടത്തും ഉണ്ട്. ഹിന്ദു മതത്തിന്റെ മെയിൻ തിയറി എന്ന് പറയുന്നത് ദൈവം സർവ്വവ്യാപിയാണെന്നുള്ളതാണ്. തൂണിലും തുരുമ്പിലും ഉണ്ട്, എന്നിലും നിന്നിലും ഉണ്ട്. അത് നീയും ദൈവമാണ്, തൂണും ദൈവമാണ്, കല്ലും ദൈവമാണ്, എല്ലാം ദൈവമാണ്. ആ ഒരു കൺസെപ്റ്റാണ് വരുന്നത്. ഇനി ഒരു മുസ്ലിമായ ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിച്ചിറങ്ങി ആനനെ പോയി തൊടുമ്പോൾ തൊട്ട സ്ഥലം, കൊമ്പ്, കാലുകള്, ഇതൊക്കെ തൊടുന്നത്. ഇതിലൊന്നും ദൈവം സർവശക്തനാണ്. അതാണ് ആ വയ്ക്കുന്ന അറിയുന്നത്. ഇനി ഒരു ക്രിസ്ത്യാനി ഇതേപോലെ ദൈവത്തെ അന്വേഷിച്ചിറങ്ങാണ്. അവതെല്ലാം കാണുന്നു, തൊടുന്നു, എല്ലാം കാണുന്നു. പക്ഷെ ആന കഴിക്കുന്ന ഭക്ഷണവും കണ്ടു, എന്താണ്? സസ്യം മാത്രം കഴിക്കുന്നുള്ളൂ. അപ്പൊ മുതൽ തിരിച്ചു പറയണ ആന ശുദ്ധപാവാണ്, ദൈവം പരിശുദ്ധനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് വ്യത്യസ്ത കാഴ്ചപ്പാട്. വ്യത്യസ്ത മതങ്ങളിലൂടെ
അല്ലെങ്കിൽ ഈ ലെവലിൽ പോകുമ്പോൾ ഒരു ദൈവത്തെ കണ്ടുമുട്ടുന്ന കാഴ്ചപ്പാട് ഡിഫറൻസ്. ഓരോ മതത്തിലോട്ടും ഓരോ വ്യത്യസ്ത രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ. ഓരോ മതത്തിലും ദൈവത്തെ കുറിച്ച് അവര് ദൈവാന്വേഷണം നടക്കുന്നുണ്ട്. ദൈവാന്വേഷണം നടക്കുന്നുണ്ട്. ആ ദൈവാന്വേഷണത്തിന് പരമായി ദൈവത്തെ കണ്ടുമുട്ടാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ ഇതിലൊരു പ്രോബ്ലം കിടക്കണമെന്ന് അറിയാം. ദൈവം മാത്രമല്ല ഭൂമിയിലുള്ളത്, ഭൂമിയില് പിശാചുണ്ട്. അതായത് നന്മ മാത്രമേ ഭൂമിയിലുള്ളൂ എങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കരുതാം. പക്ഷെ ഭൂമിയിൽ തിന്മയുണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ ദൈവവുമുണ്ട്, പിശാചുമുണ്ട്. തിന്മയുടെ ഉറവിടം എവിടുന്ന? ഒരു തിന്മയിൽ നിന്ന്, ദൈവത്തിൽ നിന്നാണ് തിന്മയും പുറപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം ദൈവമല്ല, പാടില്ല. ദൈവം പരിശുദ്ധനായിരിക്കണം. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമേ പുറപ്പെടാൻ പാടുള്ളൂ. അപ്പൊ തിന്മയ്ക്ക് ഒരു ഉറവിടമുണ്ട്. അങ്ങനെയാണെങ്കിൽ തിന്മയുടെ അരൂപിയുണ്ട്. ഇപ്പൊ എന്നൊക്കെ ശക്തമായ ഒരു വ്യക്തി ഇപ്പൊ എന്റെ മുമ്പിൽ വന്നിട്ട് പറയണം ഞാനാണ് ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓ നീ ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. അതെ, അത്രേ പറ്റുള്ളൂ. കാരണം മനുഷ്യന് അതേ കപ്പാസിറ്റി ഉള്ളൂ. ദൈവമാണോ പിശാചാണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റുമോ? പക്ഷെ വേർതിരിച്ചറിയുന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് പരിശുദ്ധിയാണ്. ഇപ്പൊ എന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട ദൈവം എന്നോട് പറയുന്നത് നന്മയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യക്ഷപ്പെട്ടത് ദൈവമാണ്. കാരണം പിശാചിനെ തിന്മയുടെ അരൂപിക്ക് ഒരിക്കലും ആ ഒരു സ്വഭാവത്തെ വിട്ട് കളിക്കാൻ പറ്റില്ല. ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിന്മാരൂപി നമ്മൾ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു വരാം, പരിമിതിയുണ്ട്. പക്ഷെ പരിശുദ്ധനാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പൊ ദൈവമാണോ പിശാചാണോ എന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, ദൈവം എന്ന് അവകാശപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ അത് ഉത്തരം പരിശുദ്ധനാണെങ്കിൽ അത് ദൈവമാണെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കുമ്പോ ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ധാർമ്മികത എന്ന വിഷയത്തിൽ ഞാനൊരു ഡിബേറ്റിന് പോയിരുന്നു. അപ്പം ഞാൻ വെച്ച വാദം ഇതായിരുന്നു. അതായത് ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയാണോ തിന്മയാണോ എന്നുള്ള ചോദ്യമാണ്. ദൈവം പരിശുദ്ധനാണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ധാർമ്മികതയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ബ്രിട്ടനിലെ ഒരു സമ്മേളനം നടന്നു. സമ്മേളനം ഇതാണ്, ബ്രിട്ടീഷിന്റെ അന്നത്തെ പ്രധാനമന്ത്രിക്ക് പങ്കെടുത്തു. ആ പങ്കെടുത്ത വിഷയം ഇതായിരുന്നു, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് റോബോട്ടുകൾ ഉണ്ടാക്കുന്നു. ആ റോബോട്ടുകൾക്ക് മനുഷ്യനൊക്കെ ബുദ്ധി ഉണ്ടാവും. കാരണം ലോകത്തെ എല്ലാ അറിവും അവർക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ അറിവും കൊടുത്തിട്ടുള്ള ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആ റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ മനുഷ്യനേക്കാൾ ശക്തനാവും. മനസ്സിലായി? ഇങ്ങനെ മനുഷ്യനേക്കാൾ ശക്തനായിട്ടുള്ള ഒരു റോബോട്ട് ഉണ്ടെങ്കിൽ ആ റോബോട്ട് ഒരു ലോകം ഭരിക്കാൻ തുടങ്ങും. ശരിയല്ലേ? അതെ. അപ്പൊ ഈ ലോകം ഭരിക്കുന്ന ഈ റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും ബാധകമല്ല. അതാണ് പ്രശ്നം. നമുക്കാണ് നന്മയും തിന്മയൊക്കെ ബാധകം, അവർക്കത് പ്രശ്നമില്ല. നന്മയില്ല തിന്മയില്ല, സ്വർഗം നടക്കില്ല, നന്മയില്ല തിന്മയില്ല, ഒന്നും തന്നെ. അപ്പൊ എന്തെങ്കിലും ഒരിക്കലും ഈ റോബോട്ട് മനുഷ്യനെ അനുസരിക്കാതെ ഒന്നും ചെയ്തേ ആ ഒരു കാലഘട്ടം വന്നാൽ പിന്നെ ഈ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാവില്ലേ? കാരണം തന്നെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യൻ വേണ്ടാതെ ഒരു റോബോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നശിപ്പിച്ചു കളയും. അവന്റെ മുമ്പിൽ നന്മയോ തിന്മയോ ഒന്നും തന്നെ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വിവേകവും വിവരവും ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ നന്മയും തിന്മയും കുറിച്ചുള്ള ഒരു ബോധ്യം വരാൻ കാരണം ഉള്ളിലുണ്ട്. അതാണ് അതിന്റെ പോയിന്റ്. ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ നിയമങ്ങൾ ഓൾറെഡി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുന്നത് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഉണ്ട്. അത് നിയമമുള്ളത് കൊണ്ടല്ല, മോശയ്ക്ക് ദൈവം കൊടുത്തത് കൊണ്ടല്ല നമ്മൾ അനുസരിക്കുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ധാർമ്മിക നിയമം, അതിന് പറയാ ദൈവിക നിയമങ്ങളാണ്. ഈ ദൈവിക നിയമങ്ങൾ അവന്റെ ഓരോ വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു നിയമം ഉള്ളത്. അതും ഏറ്റവും പ്രത്യേകത ഇതിന് പറയാ ധാർമ്മികതയുടെ സംഘാത്മകത. അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ ധാർമ്മികതയാണ്. ഇപ്പൊ നമ്മളിവിടെ കൊല്ലരുതെന്ന് പറയുന്നത് അതേ നിയമം തന്നെ ചൈനയിലും അമേരിക്കയിലും ജപ്പാനിലും ഒക്കെ കൊല്ലരുത്. അതെല്ലാവരും ഉള്ളിലുള്ളുണ്ട്. ഇപ്പോ എന്റെ ഉള്ളിലുള്ള ആ ഒരു നിയമം ഇപ്പൊ എല്ലാ മനുഷ്യരും തുല്യരാണ്. ഒരു നിയമം എല്ലാ മനുഷ്യരും തുല്യരാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള നിയമം എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ആ നിയമം ഒരു പക്ഷെ എല്ലാവർക്കും ബാധകമാണെന്നില്ല. ഇപ്പോ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലത്ത്
എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള നിയമം നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ട്, എല്ലാവരും തുല്യരല്ല എന്ന് പറയാം. പക്ഷെ അവന്റെ ഉള്ളിൽ എന്തുണ്ട്? നന്മയുണ്ട്, തിന്മയുണ്ട്. അതേക്ക് ഉപരി ഈ പറയുന്ന നിയമമുണ്ട്, എല്ലാവരും തുല്യരാണെന്നുള്ള നിയമം. ഈ പറയുന്ന ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊള്ളുന്നതിന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു നിയമമുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ജാതി വ്യവസ്ഥ മാറാൻ വേണ്ടി മിഷണറിമാര് പ്രവർത്തിച്ചപ്പോ നമ്മൾ പഠിപ്പിച്ചു, നമ്മൾ പള്ളിക്കടുത്ത് പള്ളിക്കൂടം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു എല്ലാം സമന്മാരാണ്, എല്ലാവരും തുല്യരാണ്, നമ്പൂതിരിയും നായരും ആരും ഒഴിവാക്കി ഒരുമിച്ച് ബെഞ്ചമിൻ പഠിപ്പിച്ചു. വിപ്ലവമായിരുന്നു. അത് സ്വീകരിച്ച മനുഷ്യൻ അടുത്ത തലമുറയിൽ പിന്നെ പറയണത് എന്താ? എല്ലാവരും തുല്യരാണെന്നാണ്. കേരളത്തില് അതാണ് സമത്വം ഉണ്ടായത് കേരളത്തില്, അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്താ കാരണം? അവിടെ സ്വീകരിക്കാൻ കാരണം എന്താ? അവന്റെ ഉള്ളിലുള്ള നിയമമുണ്ട്. ഞാൻ വേറെ ക്ലിക്കാവില്ല. വേറെ കാരണം പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കുള്ള നിയമമാണ് ഒരു പുരുഷന് ഒരു സ്ത്രീ മതി കല്യാണത്തിന്റെ കാര്യം. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് ഒരു സ്ത്രീ മതി എന്നുള്ള നിയമമില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ പോകണമെന്ന് നിയമമില്ല. കാരണം പാഞ്ചാലിയെ സംബന്ധിച്ച് 5 ഭർത്താക്കന്മാരുണ്ട്, ശ്രീകൃഷ്ണനെ സംബന്ധിച്ചും കുറെ ഭാര്യമാരുണ്ട്. അപ്പൊ അങ്ങനെ നിയമം അവർക്കില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ പാടുള്ള നിയമമില്ല, 4 ഘട്ടം അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുള്ള ഈ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ക്രിസ്ത്യാനികൾ വന്ന് താമസിച്ചിട്ട് പറയണം ഒരു പുരുഷന് ഒരു സ്ത്രീ മതി, ഒരു പുരുഷന് ഒരു ഭാര്യ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ച് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കൾച്ചറിലെയും ഇത് ഓട്ടോമാറ്റിക്കലി വരികയാണ്. അവരും പറയണത് ശരി, ഒരു പുരുഷന് സ്ത്രീ മതി. എന്തുകൊണ്ട് അവരങ്ങനെ വിശ്വസിക്കുന്നത്? കാരണം അവരുടെ മതത്തിലോ അവരുടെ ദൈവത്തിലോ അങ്ങനെ നിയമം ഇല്ലാതിരിക്കലും ക്രിസ്ത്യാനിയെ കണ്ടിട്ട് അവരത് വിശ്വസിക്കാനുള്ള കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ധാർമ്മികത നിയമമാണ്. അവരുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ട് സത്യം. ഇതിനെയാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയാ. യേശു പറയുന്ന കാര്യമുണ്ട്, ഞാൻ സത്യമാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് യേശു പറയുന്നതിന് സത്യം എന്ന് പറയുന്ന സംഭവം ഇതാ. ഈശോ പഠിപ്പിച്ച എല്ലാ പ്രബോധനം നോക്കി കഴിഞ്ഞാൽ കാണാം ഈ അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ സത്യത്തിനെയാണ് യേശു പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എത്ര പുരോഗമനം വന്നാലും യേശു പറഞ്ഞ നിയമങ്ങൾക്ക് ഇന്നും പ്രസക്തി. ഞാൻ പറയാറുണ്ട്, ഒത്തിരി മഹാന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ അത്. അപ്പൊ ഞാൻ അങ്ങനെ പറയാറുണ്ട്, യേശു ക്രിസ്തു ദൈവമല്ലെന്ന് ഞാൻ വിശ്വസിക്കാം. യേശു പറഞ്ഞ ഏതെങ്കിലും ഒരു നിയമത്തെക്കാൾ നല്ലൊരു നിയമം ആര് കൊണ്ടുവന്നു അവനെ ഞാൻ ദൈവം എന്ന് വിളിക്കാം. യേശുവിനെ ഞാൻ ദൈവം എന്ന് വിളിക്കില്ല. ചിലവർ ചോദിക്കും യേശു പറയുന്ന നിയമം അനുസരിക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? ചിലർ ചോദിക്കുന്ന ചോദ്യം അല്ലേ? ബൈബിൾ ചോദിക്കുന്ന ചോദ്യം അനുസരിച്ച് ഇപ്പൊ കണ്ണിന് പകരം കണ്ണല്ല, ഒരു ധരിച്ച മറ്റേ ഒരു കാര്യം ആർക്കും പറ്റുന്ന കാര്യമാണ്. പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, യേശു പറഞ്ഞ നിയമത്തെക്കാളും നല്ലൊരു നിയമം വേറെ ആരെങ്കിലും കൊണ്ടുവന്നാൽ അവരെ ഞാൻ എന്ത് വിളിക്കാം? ദൈവം എന്ന് വിളിക്കാന്ന്. കാരണം ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് നിയമം പറഞ്ഞിട്ട് അതിനേക്കാൾ നല്ലൊരു നിയമം ഈ പുരോഗമന കാലഘട്ടത്തിൽ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയണം? അവരെ ദൈവം എന്ന് പറയണ്ടേ? തിരിച്ചായില്ലോ. അപ്പൊ യേശു പറഞ്ഞ നിയമത്തിന് അപ്പുറത്തേക്ക് വേറെ ആൾക്ക് നിയമം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് യേശു ദൈവമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പൊ ദൈവം ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് എന്റെ മനസാക്ഷിയിൽ ധാർമ്മിക നിയമമുണ്ട്, ദൈവിക നിയമമുണ്ട്. അത് ദൈവം എന്നെ സൃഷ്ടിച്ചത് കൊണ്ട് എന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുള്ള നിയമമാണെന്നുള്ള കാര്യം ദൈവമുള്ള ഏറ്റവും വലിയ തെളിവ്. 2 തെളിവാണ് പ്രധാനമായിട്ടും ദൈവമുണ്ടെന്ന തെളിവ്. ഒന്ന്, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, സൃഷ്ടിയിലൂടെയുള്ള വെളിപാട്. രണ്ടാമത്തേതാണ് ഈ പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ദൈവിക നിയമം. അത് അചഞ്ചലമായ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത സത്യമാണ്. സത്യം, ആ സത്യത്തിനെതിരെ ഒന്നുമില്ല. ആ സത്യത്തിലേക്ക് നമുക്ക് വളരാമെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു വലിയൊരു സബ്ജക്റ്റ് ആണ് ബ്രദർ എടുത്തത്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തില് ഈ യുവജന തലമുറയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും, ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു ദൈവിക വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ചില ആശയങ്ങൾ ഈ സംവാദം അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു. അപ്പൊ ഇനിയും ഇതുപോലെ തുടർന്നുള്ള പല മേഖലകളിലൂടെയും ജനങ്ങൾക്ക് ദൈവവിശ്വാസം, കാരണം ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ മനുഷ്യകുലത്തിൽ അത് ഒരുപാട് നേട്ടമാണ്. ദൈവവിശ്വാസം പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു ദൈവമില്ല, ഈ ലോകത്ത് ഇവിടെ മാത്രം ജീവിതമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ അതിനൊരുപാട് ദുരന്തമായിരിക്കും ഒരു ലോകത്ത് സംഭവിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ കൊച്ചു കൊച്ചു സംവാദത്തിലൂടെ ദൈവത്തെക്കുറിച്ചും ദൈവമുണ്ടെന്ന് സ്ഥാപിക്കാനും ബ്രദർ കാണിക്കുന്ന ഈ ഇതിന് ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജൈനീസ് മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേർന്നു.